അല്ലെ സ്വർണ്ണക്കടത്തുകാരനെ ഞാൻ എന്തോ വിശുദ്ധനാക്കി പറഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, ഞാൻ അറിയാത്ത ഒരാളെ എന്തിനാണ് ഞാൻ കുറ്റം പറയണേ? കേരളത്തിലെ ഏതെങ്കിലും ജുവലറിക്കാർ ക്രിമിനൽസ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അറിവിൽ കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കണം. കാരണം ചെറിയതല്ല, നമ്മളൊരു ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരാൾ പോലും ഇതിൻ്റെ അകത്ത് ക്രിമിനലാണെന്ന് ഇന്നേ വരെ ഒരു മീഡിയയോ കോടതിയോ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാ ഇത് പറയണത്? ഞാനിത് കണ്ടിട്ടില്ല. പിന്നെ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ എയർപോർട്ടിൽ സ്വർണ്ണം കൊണ്ട് വന്നവരെ പിടിച്ചാൽ അതിൻ്റെ ടാക്സി ആയിട്ട് അവർക്ക് ഇറങ്ങിപ്പോവാം. അതിൽ കുറ്റമൊന്നുമില്ല. ഒരാളെ കൊല്ലണോ ഒരു കൊച്ചിനെ പീഡിപ്പിക്കണം, അതിൽ സ്വർണ്ണം അല്ല ഈ രാജ്യരക്ഷയായിട്ട് ബന്ധപ്പെട്ട ഡ്രഗ്സോ അങ്ങനെ കൊണ്ടുവരുന്നമാരുള്ളതല്ല. അതൊക്കെ വെച്ചാൽ ജയിലിലേക്കാണ് പോകണത്. ശിക്ഷ കിട്ടും പയ്യറി. സ്വർണ്ണത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ നമ്മൾ ക്രിമിനൽ എന്ന് പറഞ്ഞ എന്തിനാ? പക്ഷേ അയാൾക്ക് ഇതിൻ്റെ അകത്ത് ആരാണ് ചെയ്തതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്വർണ്ണക്കടയുടെ ഉടമയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജനത്തിന് പലരും സംശയം. ആ ഒരു സാധനം അങ്ങനെ നിന്നോട്ടെ എന്ന് ഓർത്തോണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തെളിഞ്ഞാലും പുള്ളിയുടെ ആൾക്കാരെ രക്ഷിക്കാൻ നോക്കി. പുള്ളിക്ക് കിട്ടാനുള്ള സാധനമായിരിക്കും അതിൻ്റെ അകത്ത് വന്നത്.